കുറച്ച് കമൻസ് വന്നു. ഈ കമൻസിന് ചേട്ടാ നിങ്ങൾ എന്തിനാണ് റിപ്ലൈ കൊടുക്കാൻ പോണേന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നാട്ടോ. ഇത് ഒരു ജെനുവിൻ കമൻ്റ് ആണ്, അതുകൊണ്ട് ഇതിന് മറുപടി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു മറുപടി കൊടുക്കാം എന്ന് പറഞ്ഞത്. കമൻസ് ഞാൻ പെട്ടെന്ന് വായിക്കാം, പറ്റുകയാണെങ്കിൽ ഞാൻ എഴുതിയെടുത്ത് വെച്ചിട്ടുണ്ട്, കാരണം അത് സ്ക്രോൾ ചെയ്ത് പോകണല്ലോ. ഫോർ സം റീസൺ ദിസ് വീഡിയോ ഇസ് സ്റ്റേജ്ഡ്. ഒരാൾ കമൻറ്റ് ചെയ്താണ്, ജീവനില്ലാത്ത മീനോ, സൂപ്പർ ഡ്രാമ, ഫിഷ് മാർക്കറ്റിൽ നിന്നും വാങ്ങിയ മീനാണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഫിഷ് ഡെഡ് ആണ്, അതുകൊണ്ടാണ് എനിക്ക് ഈ ഡൗട്ട് ഉണ്ടായത്. ടു സോറി ബ്രോ, ഡോണ്ട് ട്രൈ ടു ഫൂൾ, ഹൗ കം റോപ്സ് ഓൺ ദ ഫിഷ്, മീനിൻ്റെ മുകളിൽ എന്തുകൊണ്ടാണ് കയറ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഐ തിങ്ക് ഇറ്റ് ഈസ് ഫേക്ക്, ലുക്ക് അറ്റ് ദ ടെയിൽ. വീണ്ടും ഒരാൾ ടൈഡ് വിത്ത് റോപ്പ്, വാലുമ്മ കയറ് കെട്ടിയിട്ടുണ്ട്. അഭിനയത്തിന് ഇവന്മാർ കഴിഞ്ഞേ ഉള്ളൂ, നോട്ട് എ റിയൽ ഫിഷിങ്. പിന്നെ കുറേ തെറിയാണ്, കുറച്ച് തെറി, കുറേ ഒന്നുമില്ല, കുറച്ച് തെറി ഞാൻ ഡിലീറ്റ് ചെയ്തു. എന്നെ തെറി വിളിക്കുന്ന സാധാരണ മറ്റുള്ള ഇതിലെ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യാറില്ല, ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തു. വേറെ ഒന്നുമല്ല, ഞാൻ മാത്രമല്ല ആ വീഡിയോയിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്, വേറെ 3 ആൾക്കാർ ആ വീഡിയോയിലുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ചിലപ്പോൾ കാണാൻ വലിയ സുഖം ഉണ്ടാവില്ല, തെറി വിളിക്കുന്നതല്ലേ, എല്ലാവരും എൻ്റെ പോലെ ആവണമെന്നില്ല. ഞാനും തെറിയാക്കാൻ ഇഷ്ടപ്പെടുന്ന ആളൊന്നുമല്ല, പക്ഷെ നമ്മൾ ഓക്കെ, നിങ്ങൾ അവിടെ ഉണ്ട്, പബ്ലിക്കിലേക്കാണ് നിങ്ങൾ വീഡിയോ ഉണ്ടാക്കിയിടണേ, അപ്പോൾ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എനിക്കിപ്പോൾ അത്യാവശ്യം 3 വർഷത്തെ പരിചയമുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് സീസൺ ആയിട്ടുണ്ട്. പിന്നെ അപ്പൻ്റെ നിന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് തെറി കേട്ടിട്ടുള്ള ഒരാൾ തന്നെയാണ്, നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം. ഇനി ഇതിൻ്റെ ഒരു ഫാക്റ്റ് ചെക്കാണ്, ഇത് നമ്മൾ ഡ്രാമ ചെയ്തതാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അതിനേക്കാളും മുന്നേ നമുക്ക് ജിയോഗ്രഫിക്കലായിട്ടും അതുപോലെ തന്നെ ന്യൂസിലാൻഡിൻ്റെ കൾച്ചറൽ പരമായിട്ടും ഈ മാർലിൻ ഫിഷിങ് ന്യൂസിലാൻഡിൽ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഈ മാർലിനെ മേടിക്കണമല്ലോ. നമ്മൾ ഡ്രാമ ചെയ്യുകയാണെങ്കിൽ മാർലിനെ മേടിക്കണം. അതായത് മാർക്കറ്റിൽ പോയിട്ട് ഒരു മാർലിനെ നമ്മൾ 150 കിലോ ഉള്ള സാധനത്തിന് മേടിച്ച് കൊണ്ടുവരണം. ഒരു സിനാരിയോ ഒന്ന് വയ്ക്കുക, ന്യൂസിലാൻഡിൽ നിങ്ങൾക്ക് മാർലിൻ മേടിക്കാൻ കിട്ടില്ല. ഇവിടെ മാർലിൻ കമേഴ്ഷ്യലായിട്ട് മീൻ പിടിക്കാൻ പാടില്ല, കടയിൽ വിൽക്കാനും പാടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടില്ല. ഇനി ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും സാഹചര്യത്താൽ ന്യൂസിലാൻഡിൽ വിൽക്കണമെങ്കിൽ ന്യൂസിലാൻഡ് ബോർഡറിൻ്റെ ഉള്ളിലല്ലാതെ പുറത്തു പോയിട്ട് ഏതെങ്കിലും കമേഴ്ഷ്യൽ ബോട്ട് മീൻ പിടിച്ച് കൊണ്ടുവന്ന് ന്യൂസിലാൻഡിൽ വിൽക്കണം. അത്രയ്ക്ക് വലിയ സ്റ്റോക്കായിട്ടൊന്നും ന്യൂസിലാൻഡുകാർക്ക് ഇല്ല. വേറെ ഒന്നല്ല, ഈ മീനിനെ തിന്നാനായിട്ട് വലിയ മാർക്കറ്റൊന്നും ന്യൂസിലാൻഡിലില്ല. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് എന്തായിരിക്കണം, ഒരാൾ മീൻ പിടിക്കാനായിട്ട് കടലിൽ പോകുമ്പോൾ അവൻ പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ള മീനിനെ നമ്മൾ അയാളുടെ കയ്യിൽ നിന്ന് മേടിക്കണം. ന്യൂസിലാൻഡിൽ സാധാരണ ഹണ്ടിങ് ആൻഡ് ഫിഷിങ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരാൾക്ക് കൊടുക്കാനോ നിയമവശാൽ പാടില്ല. അത് എന്താ പറയുക, നമുക്ക് ഇവിടെ അങ്ങനെ ചുമ്മിയൊന്നും പറ്റില്ല. ഫിഷറീസൊക്കെ നിങ്ങളതിനെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഫൈൻ, നിങ്ങളുടെ ബോട്ടും കാറും എല്ലാം തന്നെ പോവും. പിന്നെ കസ്തൂരി പോലെ ഇവർക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ഈ മാർലിൻ എന്ന് പറയുന്നത്. നമ്മൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാശ് കൊടുക്കാമെന്നും പറഞ്ഞാൽ, അയ്യോ ഇവൻ കുഞ്ഞനല്ലേ എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു മാർലിൻ മീൻ കൊണ്ടുപോയിക്കടാ എന്നും പറഞ്ഞിട്ട് ഒരാളിട്ടിട്ട് തരൂല്ല. ഓക്കെ, രണ്ടാമത്തെ സംഭവം. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മൾ ഈ മീനൊക്കെ പിടിച്ചുകൊണ്ടുവന്നിട്ട് യൂട്യൂബിൻ്റെ ഉള്ളിൽ ഇനി ഇപ്പോൾ ഇത്രയും കാശ് കൊടുത്തു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരാൾ ഇത്രയും ഡിമാൻഡുള്ള ഒരു മീനിനെ പിടിച്ചു കൊണ്ടുവരുമ്പോൾ ന്യൂസിലാൻഡിൻ്റെ സാഹചര്യം വെച്ചിട്ട് ഒരു 300 രൂപയ്ക്ക് ഒരാൾ നമുക്ക് മീൻ തന്നു എന്ന് വിചാരിക്കുക, $300. ശരിക്കും ആ മീൻ അഥവാ ഇവിടെയൊക്കെ ഇങ്ങനെ ഇല്ലീഗലായിട്ട് ആളുകൾ ഓപ്ഷനൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഫ്രണ്ട്സിനൊക്കെ മീൻ പിടിച്ചു കൊണ്ടുവരുമ്പോൾ സ്മോക്ക് ചെയ്യാനായിട്ട് ഒരു ഫാമിലി ഫീസ്റ്റിനൊക്കെ $2500 $3000 ഇവർ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളെന്താണെങ്കിലും അത് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അഥവാ $3000 കൊടുത്ത് നമ്മളൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു മീൻ മേടിച്ചു എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ പൈസ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടണ്ടേ? അത് എനിക്ക് ലാഭമുള്ളൊരു കാര്യം. അല്ലെങ്കിൽ ഇതിനൊരു ഒരു 1 മില്യൺ വ്യൂ വരണം, അല്ലെങ്കിൽ 2 മില്യൺ വ്യൂ, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കയറി വരണം എന്നുള്ളൊരു ധാരണ ഉണ്ടാവണം. ഞാൻ അത്രയ്ക്ക് പൊട്ടനൊന്നുമല്ല, വേറെ ഒന്നുമല്ല. ഇതൊക്കെ നിങ്ങൾ നമ്മുടെ ഒരു ചാനലിൻ്റെ ഗ്രോത്ത് നോക്കിയാൽ മതി. നിങ്ങൾ എന്ത് സംഭവം കാട്ടിക്കഴിഞ്ഞാലും നമ്മുടെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് പോണേ. അത് അങ്ങനെ തന്നെ പോയാൽ മതി. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത്. ഇനി എന്താ വെച്ചാൽ ഇതൊരു ജെന്യുവിൻ ചോദ്യമാണ് അല്ലെങ്കിൽ സംശയമാണെന്ന് ഞാൻ പറയണ്ടായി. അത് ആളുകൾക്ക് സംശയം ഉണ്ടാവാനുള്ള കാരണം 2 വീഡിയോ ആയതുകൊണ്ടാണ്. ആദ്യത്തെ വീഡിയോ കാണാതെ രണ്ടാമത്തെ വീഡിയോ കാണുമ്പോൾ ഈവൺ എഡിറ്റിംഗ് ചെയ്യണ സമയത്താണെങ്കിൽ പോലും എനിക്ക് ഭയങ്കരമായിട്ട് അത് തോന്നി. ഓക്കെ, ആ മീൻ ചത്തിട്ടാണ് കയറി വരുന്നത്. ആ കയറി വരുന്ന സമയത്ത് കാണുമ്പോൾ നമുക്കും തോന്നി ഇവനെ പിടിച്ച് കയറ്റിയിട്ടുള്ള മീനാണോ എന്ന്. നമുക്ക് എപ്പോഴും നാട്ടിൽ നമ്മളൊന്നും ആരും അധികം മീൻ പിടിക്കുന്ന ആളുകളൊന്നുമല്ല. നാട്ടിലാണെങ്കിൽ തന്നെ കടലിൽ പോയി മീൻ പിടിക്കുന്നവർ മുക്കോര് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിലൊന്നും കടലിൽ പോയിട്ട് അങ്ങനെ ഇവിടുത്തെ പോലെ ഫണ്ണിന് ഫിഷിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും പറയാറുണ്ട് ഇതൊക്കെ നാട്ടിൽ പയറ് പോലെ കയറ്റുന്ന മീനാണ്, ഇതൊക്കെ ഭയങ്കര ഈസിയാണ് പിടിച്ച് കയറ്റാനെന്നുള്ളത്. നിങ്ങൾ ശരിക്കും കടലിൽ പോയിട്ടുള്ള മുക്കോരായിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ മതി. അവരാരും ഇതിനെ ഫൺ ഫിഷിങ്ങിന് വേണ്ടിയിട്ടല്ല, മാമുണ്ണാൻ വേണ്ടിയിട്ടും ജോലിയായിട്ടാണ്
ഈ പരിപാടി ചെയ്യണേ. ഭൂരിഭാഗം സമയത്തും മീനിനെ അവർ ഒരുപാട് ഹുക്കുകൾ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ മീൻ ചത്തതിന് ശേഷമാണ് വലിച്ചു കയറ്റുക. ജീവണ്ടെച്ചെങ്കിൽ തന്നെ കുറേ ലൈവ് ബൈറ്റ് ഒക്കെ ഇട്ടിട്ട് അത് അവരോട് ചെന്ന് ചോദിച്ചാൽ മനസ്സിലാവും. ഒരിക്കലും ആ ഒരു മുക്കുവരേനെയോ ഒരു ഗെയിം ഫിഷിങ്ങിൻ്റെ ആളുകളെയോ കമ്പയർ ചെയ്യരുത്. ഗെയിം ഫിഷിംഗ് എന്ന് പറയുന്നത് ഫണ്ണിന് വേണ്ടി ചെയ്യുന്ന ടോട്ടലി ഡിഫറെൻ്റ് ഒരു കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയും വില പിടിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ചിലവാക്കിയിട്ട് ആളുകൾ ടോപ്പ് വേൾഡിൽ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഫിഷിംഗ് സംഭവമായിട്ട് മാർലിനെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് എന്തുകൊണ്ടാണ് മീൻ ചത്തുപോകുന്നത് എന്നുള്ളത്. മീൻ നമ്മുടെ ഒരു പെട്ടെന്നൊരു ചിന്ത, ഒരു തുപ്പലം കുത്തിനെ പോലും പിടിച്ച് പരിചയമില്ലാത്തവരാണ് ഈ ഡമ്മസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുക, എങ്ങനെയാണ് മീൻ വെള്ളത്തിൻ്റെ ഉള്ളിൽ ചാവണേന്ന്. നമ്മുടെ വിചാരം മീൻ വെള്ളത്തിൻ്റെ ഉള്ളിൽ കിടന്നാൽ ചാവില്ല, കരയിലേക്ക് വന്നാൽ മാത്രമാണ് ഇവറ്റങ്ങൾക്ക് കരയിലെ ഓക്സിജൻ ഉപയോഗിക്കാൻ പറ്റാതെ ചാവുക എന്നുള്ളതാണ്. ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു ഉത്തരമാണ്. അറിയാത്തവർക്കായിട്ടാണ് ഞാൻ പറയുന്നത്. മീൻ സോഫക്കേറ്റായിട്ട് അറ്റാക്ക് വന്ന് ചാവും. ഗോൾഡ് അതിൻ്റെ ഇടയിൽ മൂട് കളയാം, എൻ്റെ ആ ഒരു വീറ് കളയാം. സോഫക്കേറ്റ് എന്താ പറയേണ്ടത്? സഫക്കേറ്റ് ഓക്കെ, സഫക്കേറ്റായിട്ട് മീൻ ചത്തുപോകും. അതല്ല വെച്ചാൽ അറ്റാക്ക് വരും, അതായത് ചത്തുപോയില്ല, മരിച്ചു പോകും, അരി ഒടുങ്ങും. നീ എന്നെ തമാശ എൻ്റെ മൂട് കളയല്ലേ ഗോൾഡ്. ഓക്കെ, മീനിന് ശ്വാസം കിട്ടാതെ മീനൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഇത്രയും വലിയൊരു മോട്ടറിൻ്റെ മുകളിൽ പിടിപ്പിച്ചിട്ടുള്ള ഒരു വണ്ടി, അതിൻ്റെ മുകളിൽ ചൂണ്ട, ജീവന് വേണ്ടി ഒരു സൈഡിൽ കിട്ടുന്ന മീൻ വെപ്രാളടിക്കുകയാണ്. ആ മീനിൻ്റെ കംപ്ലീറ്റ് എനർജി, അഡ്രിനാലിൻ റഷ്, ഇതെല്ലാം സംഭവിച്ച് മീൻ ഫൈറ്റ് ചെയ്തിട്ട് ടയേർഡായിട്ടാണ് ഈ വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോകുന്നത്. നമ്മൾ ഈ 6 കിലോൻ്റെ 8 കിലോൻ്റെ മീൻ ഫണ്ടിന് പിടിച്ച് പൊക്കി അവൻ്റെ ഫുൾ എനർജിയിൽ പൊക്കണ പോലെയല്ല ഈ സംഭവത്തിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. നമുക്ക് എക്സ്പീരിയൻസ് കൂടും തോറും നമുക്ക് ഇവനെ വേഗം ബോട്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് അവനെ വേഗം പിടിച്ച് കയറ്റാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അതാണ് അതിൻ്റെ റിയൽ ഫൺ. നമ്മുടെ വീഡിയോയിൽ തുടർന്നും അങ്ങനത്തെ കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു പ്രശ്നം, നമ്മളെല്ലാവരും അമേച്ചേഴ്സാണ്. ബോട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ മീൻ ചാടാൻ സാധ്യതയുണ്ട്. ഒരുപാട് വീഡിയോസ് ഉണ്ട്. കാലിൻ്റെ മുകളിൽ കുത്തി കയറും, നമ്മുടെ വയറിൻ്റെ മുകളിൽ കുത്തി കയറാം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ വിശാഖപട്ടണത്ത് ഈ മീൻ കുത്തിയിട്ട് ഒരാൾ മരിക്കണുണ്ടായി, ഒരു ന്യൂസ് വായിക്കുന്നുണ്ടായി, മീനിൻ്റെ പേരിൽ കേസ് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ മീൻ ടയേർഡ് ആവുകയും ആ മീൻ ഒന്നുകിൽ ഫെയിൻ്റ് ആവുകയും അതല്ല വെച്ചെങ്കിൽ മീൻ ചത്തിട്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഓക്സിജൻ മുകളിലേക്ക് വന്നാൽ മാത്രമേ മീൻ ചാവുമെന്നൊന്നുമില്ല. ഒരുപാട് മീനുകൾക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ കിട്ടുന്ന ഹപ്പുക്ക അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഗ്രൂപ്പർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വെറൈറ്റിയാണ്. അത് 300-350 അടി 350 മീറ്റർ താഴെയാണ് ഇവർ നിൽക്കുന്നത്. നമ്മൾ അവരെന്നെ ചൂണ്ടിട്ട് പിടിച്ചിട്ട് മുകളിലേക്ക് വരുമ്പോൾ തന്നെ ഈ മീൻ ചത്തുപോകും. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഒന്നാമത് അവൻ അടിയിൽ കിടന്ന് ഫൈറ്റ് ചെയ്യും, രണ്ടവന് ഈ എയർ പ്രഷറിൻ്റെ ഈ പ്രഷറിൻ്റെ വ്യത്യാസം വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഈ സാധനം നാവൊക്കെ പുറത്തേക്ക് ചാടി വയറെല്ലാം ബ്ലാഡറെല്ലാം വീർത്ത് ഇങ്ങനെ ചത്ത് മലച്ചിട്ടാണ് ഈ ഗ്രൂപ്പർ പൊന്തി വരിക. എനിക്ക് തോന്നുന്നത് ടിൻറ്റോൻ്റെ വീഡിയോയിൽ തന്നെ ആ മീൻ ഒരുപാട് ഇവറ്റങ്ങൾ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചത്തുപോകും, ഫെയിൻറ്റ് ചെയ്ത് പോവും. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരുപാട് റീസൺസ്. അതായത് ടെയിൽ റാപ്പ്, ഒരു മീൻ സാധാരണഗതിയിൽ ഫൈറ്റ് ചെയ്യണം. അതായത് ഒരു പുള്ളി ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് വെച്ചാൽ ഒരു ചൂണ്ട ഹുക്കിൻ്റെ മുകളിൽ ഒരു മീൻ പെട്ടാൽ ചത്തു പോകുമെന്നാണ് ചോദിച്ചത്. ചൂണ്ട ഹുക്കിൻ്റെ മുകളിൽ പെട്ടോണ്ടല്ല മീൻ ചാകുന്നത്, മീൻ ഫൈറ്റ് ചെയ്തിട്ടാണ് ചാവുന്നത്. ചൂണ്ട വായൽ കുളത്തെയും അതേ ടൈമിൽ തന്നെ ഈ ചൂണ്ട ഫിന്നിൻ്റെ മുകളിലോ വാലിൻ്റെ മുകളിലോ, അതിനാണ് ടെയിൽ റാപ്പ് എന്ന് പറയുക. വാലിൻ്റെ മുകളിലോ ഹുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മീനിന് അപ്പോഴും ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. മേല് മുഴുവൻ മീനിൻ്റെ മേല് ഈ ടാങ്കിളായിട്ട് ഷേപ്പൊക്കെ പോയി മീൻ താഴേക്ക് ഇങ്ങനെ പോവും. അപ്പോൾ പെട്ടെന്ന് ചത്തു പോവും മീൻ. അപ്പോൾ ചത്ത് പോവാതെ ഈ മീനിന് ഫെയിൻ്റായിട്ട് ഇരിക്കാനുള്ളൊരു അവസ്ഥയുണ്ട്. അതായത് 45 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മീൻ ആക്ച്വലി തളർന്ന് ചത്ത പോലെ കെടുക്കുന്നൊരവസ്ഥ വരും. ഞാൻ അതിൻ്റെ ഒരു അനാറ്റമി വേറെ ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത മീൻ കിട്ടുമ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് വൃത്തിക്ക് ചെയ്യണം. അത് യാതൊരു ദിവസം സമയം കിട്ടിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കട്ട് ചെയ്യണ സമയത്ത് ഒരു ചേംബർ കണ്ടു. ഈ ചേംബറിൻ്റെ അകത്ത് ഇതിൻ്റെ ഉള്ളിൽ എയർ ഇവരിത് എടുത്തു വയ്ക്കുകയും പിന്നീട് ഈ സാധനം എയറായിട്ട് ഉപയോഗിച്ചിട്ട് പിന്നീട് നീന്തി പോകാനുള്ള കഴിവ് മാർലിനുണ്ട്. ഞാൻ അടിയിൽ ഒരു ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ഏറ്റവും അവസാനം ഞാൻ ആ യൂട്യൂബ് ലിങ്ക് കൊടുക്കാം. ന്യൂസിലാൻഡിൽ ഒരു ഫേമസ് ഫിഷിംഗ് ചെയ്യുന്ന ഒരാളാണ്, ITM കമ്പനിയുടെ. പുള്ളിയുടെ പേര് മാറ്റ് ബാറ്റ്സൺ എന്നാണ്. പുള്ളിയുടെ കമ്പനി ഓണറിനെയും കൊണ്ട് പുള്ളി ഫിഷ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇതേപോലെ തന്നെ വാലിൻ്റെ മുകളിലാണ് ഹുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ മീൻ ടയേർഡായിട്ട് ചത്ത പോലെ പൊന്തി പോരുകയും ഇവരതിനെ തിരിച്ച് പിടിച്ച് അതിനിങ്ങനെ വെള്ളത്തിൽ CPR കൊടുക്കുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ അതിന് വീണ്ടും ജീവൻ വരികയും കടലിലോട്ട് തന്നെ തിരിച്ചു വിടുന്ന ഭാഗം അതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ മീൻ ചത്തു പൊന്താൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ടയേർഡായി കഴിഞ്ഞാൽ ചത്തിട്ട് തന്നെയാണ് വരിക. നാട്ടിലെ മുക്കുവന്മാരുടെ അടുത്ത് ചോദിച്ചാൽ മതി. അവർ സാധാരണ ഒരുപാട് ഹുക്കുകൾ ഇട്ടിട്ട് പോണ സമയത്ത് റിട്ടേൺ വരുമ്പോൾ അവരുടെ അടിയിൽ കിടക്കുന്ന മീനുകളൊക്കെ ചത്തിട്ട് തന്നെയാണ് പൊന്തി വരുന്നത്. ജീവനോടെ തന്നെയല്ല, അവറ്റങ്ങൾ ഈ പറഞ്ഞ പോലെ ഗോൾഡ് പറഞ്ഞ പോലെ സഫക്കേറ്റോ ആയിട്ട്
പൊന്തി വരും. ഓക്കെ, ഇനി അടുത്ത കാര്യം, മീനിൻ്റെ പിന്നിൽ കയറ് കെട്ടിയിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. ഈ കയറ് കെട്ടണത് മുതൽ അതിൻ്റെ പിന്നിൽ ഹോൾഡ് ചെയ്തതൊക്കെ മുഴുവൻ ഞാൻ വീഡിയോയിൽ ഇട്ടാൽ നിങ്ങൾ ഇരുന്ന് കാണില്ല, ഉറപ്പല്ലേ? ഞാൻ എന്താണെങ്കിലും ഇപ്പം ഇത് പറയണ സമയത്ത് ഞാൻ അതിൻ്റെ തുടക്കം മുതൽ കെട്ടണത് മുതലുള്ളത് കാണിക്കാം. റിലാക്സ് സാധനത്തി അങ്ങനെയല്ല, ഇത് ഇപ്പം കടലിന്റെ സാധനം നമുക്ക് കേട്ടിട്ടില്ല. വീഡിയോ മോഡലാണ്. ഒന്നും നോക്കിയോ, ഒന്നും ഓണാക്കിയോ. ഇനി ആ വാലില്ലേ നമ്മൾ ഈ കെട്ടുന്നതൊക്കെ നീ അവിടെ തിരിച്ചു എടുത്തോ. അവിടെ നിന്ന് എടുത്തോട്ടാ. ഓഫാണ് ഇത്. ഓപ്പണോണ്ട് നിൽക്കുന്ന സീനുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും പിടിക്കാറോടാ. നമ്മുടെ ഫിഷാണ്. ഈ മീനിനെ എങ്ങനെയാണ് നിങ്ങൾ ഈ തിരിച്ച് ബോട്ടിൽ കയറ്റാ? ഇതിനെ എവിടെയെങ്കിലും കെട്ടി വലിക്കണ്ടേ? കൈ കൊണ്ട് പറ്റില്ല. ഒന്നാമത് ഈ മീനിൻ്റെ മുകളിൽ ഒരുപാട് സ്ലൈമി ടെക്സ്റ്റേഴ്സ് ഉണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഈ കൈയിൻ്റെ മുകളിൽ ആ മീൻ കൊണ്ടിട്ട് ഈ ഭാഗം മുഴുവൻ ബേണായി പോയായിരുന്നു കുറച്ച് ദിവസത്തേക്ക്. 2 ആഴ്ചത്തേക്ക് ശരിക്കും തീ പൊള്ളിയ പോലെ. അതതിൻ്റെ കൊമ്പിൻ്റെ ഭാഗം കൊണ്ടാണോ ഞാൻ വാലിങ്ങനെ പിടിച്ച് പൊക്കി എന്തോ ഒരു സാധനം ഉണ്ട്. അതിൻ്റെ മുകളിൽ പാനൊക്കെ ഇരിക്കണം. എൻ്റെ മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ആ പാൻ മൂവ് ചെയ്യണ സമയത്ത് പാൻ ആക്ച്വലി മുകളിൽ കൂടെ അല്ല, എന്നാൽ ഇതിൻ്റെ അടിയിൽ ഒരു തിൻ ലെയർ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് മൂവ് ചെയ്യണത്. അപ്പോൾ ഈ ലെയറൊക്കെ ഭയങ്കര സ്ലൈമിയാണ്. നമുക്ക് കടലിൽ നിന്ന് അതിനെ പിടിച്ച് കയറ്റുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വഴുക്കിയിട്ട് ഈ സാധനം വെള്ളത്തിലേക്ക് പോകും. ആ വെള്ളത്തിലേക്ക് പോകുന്നത് ഒഴിവാക്കാനും പിടിച്ച് വലിക്കാനും നമുക്കൊരു കയറ് വേണം. എന്താ ബോട്ടിൻ്റെ ഉള്ളിൽ ഒരു കയറുണ്ടാവില്ലേ? എന്ത് ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്? ബോട്ടിൻ്റെ ഉള്ളിൽ കയറില്ലേണ്ടാണോ 150-200 കിലോ തൂക്കം പറഞ്ഞ ഒരു മീനിനെ നമ്മൾ എങ്ങനെയാണ് കയറ്റുക? വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് ഇങ്ങനെ എടുത്ത് പൊക്കി കയറ്റാൻ പറ്റുമോ? വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കാൻ നമുക്ക് മറ്റേ പുള്ളിയുടെ അത്ര കഴിവൊന്നുമില്ല. വെള്ളത്തിൻ്റെ മുകളിൽ നടക്കുന്ന പരിപാടിയൊന്നും നമുക്ക് അറിയില്ല. ആ പണി അറിയില്ല. പണി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാം. റോബ് കാണിക്കുന്ന സംഗതി ഞാൻ ഇതിൻ്റെ ഒപ്പം കാണിക്കട്ടെ. റോബ് നമ്മൾ അവിടെ നിന്ന് എടുത്ത് കെട്ടിയാണ് അതിനെ കയറ്റുന്നത്. ഗോൾഡ് ഇവിടെ ഇംഗ്ലീഷ് ഇതിൻ്റെ ഇടയിൽ പഠിപ്പിച്ചിട്ട് എൻ്റെ മൂഡ് കംപ്ലീറ്റ് കളയാണ്. അപ്പോൾ ഒരുവിധം നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അറിയാത്ത ആളുകളാണ് ഇതിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ളത്. പിന്നെ നാട്ടിൽ കോസ്റ്റൽ ഏരിയാസൊക്കെ ഉണ്ട്. എനിക്കും ഒരുപാട് മീനിനൊക്കെ അറിയാം, മീനിൻ്റെ ഇതൊക്കെ അറിയാം എന്ന് പറയുന്നവർ. കോസ്റ്റൽ ഏരിയ നമ്മൾ നാട്ടിലുണ്ടായിരുന്ന ആളൊക്കെ തന്നെയാണ്. നാട്ടിൽ എത്ര കണ്ട് സാധാരണക്കാരനായ മനുഷ്യൻ ഫണ്ടിന് വേണ്ടി മീൻ പിടിക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാം. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ശരിക്കും കോസ്റ്റൽ ഏരിയനെ കുറിച്ച് അറിയുന്ന ആളുകളാണ് എങ്കിൽ അവരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മീനിനെയൊക്കെ എങ്ങനെയാണ് പിടിച്ച് കയറ്റുന്നതും മീൻ വെള്ളത്തിൻ്റെ അടിയിൽ ചാവുമെന്നൊക്കെ ഭംഗിയായിട്ട് കിട്ടും. പിന്നെന്താ, വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന മീനിനെ കനം കുറവായിരിക്കും, 3-1 കനേ ഉണ്ടാവുള്ളൂ ആയിരിക്കാം. ചത്ത മീനിന്, ജീവനുള്ള മീനിനെ അവൻ പ്രഷർ ഉപയോഗിച്ചിട്ട് താഴത്തേക്ക് വലിച്ചുകൊണ്ടിരിക്കും. ചത്ത മീനിന് അത്രയൊക്കെ തന്നെ വെയിറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവൻ അടിയിൽ ഹുക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അടിയിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ആയിട്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ടിൻറ്റോ ഭയങ്കര ഹാർഡായിട്ട് ഈ ചൂണ്ട പിടിച്ച് കയറ്റാനായിട്ട് ശ്രമം നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നോക്കിയാൽ മതി, ടിൻറ്റോ വളരെ ഈസി ആയിട്ട് ഇതിങ്ങനെ റോൾ ചെയ്ത് കയറ്റുന്നുണ്ട്. അപ്പോൾ ആ വെള്ള ലൈൻ ഏതാണ്ട് 400 മീറ്ററാണ്. പിന്നെയാണ് പച്ച ലൈൻ. അപ്പോൾ പച്ച ലൈൻ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് കയറി വരുന്നത്. കാരണം എന്താണ്, ഓൾറെഡി മീൻ ചത്തിട്ട് വെള്ളത്തിൽ നിന്ന് അവിടെ നിന്ന് പൊന്തിയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് ഈസി ആയിട്ട് തന്നെ പോകുന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അത്ര ഈസി ആയിട്ട് പോവില്ല. ഇനി ന്യൂസിലാൻഡിൽ ഇവിടുത്തെ ഒരവസ്ഥ എടുക്കുക. ഇവിടെ ആളുകൾ നേഴ്സിംഗ് ജോലിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ഭാര്യ, 2 വയസ്സായ കുട്ടി, 5 വയസ്സായ കുട്ടി, അവരുടെയൊക്കെ ഇടയിൽ എല്ലാ ദിവസവും ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ പ്രഷറൊക്കെ റിലീസ് ചെയ്യാനായിട്ട് തങ്ങൾക്ക് മിച്ചം കിട്ടുന്ന പൈസ കൊണ്ട് വില പിടിപ്പുള്ള ഒരു ബോട്ട്, കോടീശ്വരന്മാരായിട്ട് നമ്മുടെ വികാര നൗകയിലിരുന്നിട്ട് ആനന്ദിച്ച് ഉല്ലസിക്കാനൊന്നല്ല ഇത് മേടിച്ചിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ 4-5 തവണ കടലിൽ പോകാനായിട്ട് ആ ഫണ്ടിന് വേണ്ടി മോർഗേജൊക്കെ അടച്ചിട്ട് മേടിച്ച് വെച്ചിട്ടുള്ള ഒരു സാധനമാണത്. ഫിഷിംഗ് റോഡ്സിനൊക്കെ വില വരിക എന്ന് പറഞ്ഞാൽ $10,000-$2,200 വില വരുന്ന ചൂണ്ടകളാണ് നമുക്ക് മാർലിനെ പിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ മണി ഏതാണ്ട് 1 ലക്ഷത്തിന് മേലെ വരുന്ന 5 ചൂണ്ട. പിന്നെ അതിൻ്റെ ലൂവേഴ്സ് $250, $280 മുതൽ $300 അതിൽ പെട്രോൾ അടിക്കണം. എന്നാലാണ്, അതായത് ഇന്ത്യൻ മണി 15,000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാലാണ്, ഡിപ്പെൻസ് ഓൺ, ചിലപ്പോൾ 200 രൂപയ്ക്ക് മതിയാവും. നല്ല ഈ സുകളിലില്ലാച്ചെങ്കിൽ, തിരയില്ലാച്ചെങ്കിൽ, തിരയുള്ള സമയത്ത് നമുക്ക് ഒരുപാട് പെട്രോൾ കൂടുതൽ കത്തിപ്പോവും. അപ്പോൾ അത്രയൊക്കെ പൈസ ചിലവാക്കി ഈ ചൂണ്ടയുടെ മുകളിലും പൈസ ചിലവാക്കി തൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് എന്നെ സംബന്ധിച്ചിടത്തോളം ഫിഷിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ഹൈ എൻഡ് സംഭവം എന്നല്ല. ഞാൻ ഇവരുടെ കൂട്ടത്തിൽ പോവുക, വീഡിയോ എടുക്കുക, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ടിൻറ്റോയൊക്കെ ഇതിനു വേണ്ടി മെനക്കെട്ട് നടക്കുന്ന ആൾക്കാരാണ്.
അപ്പോൾ ആ ഒരു ഫണ്ണിന് വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന വ്യക്തികളാണ് ഈ 150 കിലോൻ്റെ മാർലിനൊക്കെ പോയി മേടിച്ച് കൊടുന്ന് കെട്ടിത്തൂക്കി എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് ഇവരുടെ ഒന്നും ഈ മൊത്തം കാര്യങ്ങൾ അറിയില്ല. ഞാൻ പറയണം, അതൊക്കെ അത്രയും ഫണ്ണിൽ കൊണ്ടു നടക്കുന്ന ആളുകളാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ന്യൂസിലാൻഡിൽ ആദ്യമായിട്ട് ബോട്ട് സ്വന്തമായിട്ട് കയ്യിലുള്ള ഒരു മനുഷ്യനായിരിക്കും പുള്ളിയൊക്കെ. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഞായറാഴ്ച ഒരു മലയാളി, സോറി, ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് രാത്രി 12 മണിക്ക് ആ വീഡിയോ എന്തായി എന്ന് അറിഞ്ഞിട്ട് പുള്ളിയുടെ മോൻ്റെ കൂട്ടത്തിൽ, അതായത് 2 വയസ്സായ മോൻ 12:30 എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, ഞാൻ പറ്റിയെങ്കിൽ ഇതിൽ കാണിച്ചു തരാം. എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പുള്ളി ഇങ്ങനെ മോൻ്റെ കൂട്ടത്തിൽ എന്താ ഈ വീഡിയോ എന്താ, ഞാൻ പറഞ്ഞ തല്ലിപ്പൊളി വീഡിയോ എഡിറ്റിംഗ് ആണ്, ഞാൻ ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ടാണ് ചെയ്തത്, സമയമൊന്നും കിട്ടിയില്ല. അത് സാരില്ല, അങ്ങനെയാണെങ്കിൽ നീ വെള്ളിയാഴ്ച ഇത്താൽ മതിയായിരുന്നു, നീ എന്തിനാണ് ഈ ഞായറാഴ്ച ഇട്ടത്? ഞാൻ പറഞ്ഞു ആ വീഡിയോ എന്തിനാണ് 2 വീഡിയോയ്ക്ക് എടുത്തത്, ഡ്രാഗ് ചെയ്യണം, പെട്ടെന്ന് തന്നെ പൊക്കോട്ടെ എന്ന് ഞാൻ പുള്ളിയോട് പറയാം. രാത്രി 12:30 ആ വീഡിയോ കാണാൻ 2 വയസ്സായ മോൻ്റെ കൂടെ ഇരുന്നിട്ടാണ്. അത്രയും ആ മോന് വരെ ആ വീഡിയോ ഇഷ്ടമാണ്, ഫിഷിങ് എൻ്റെ അച്ഛൻ ചെയ്യണം. ആ അച്ഛൻ അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ഞാൻ അതിൽ ഒരുപാട് ഫാമിലീസ് ഇൻവോൾവ് ആയിട്ടുണ്ട്. അവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ തെറി വിളിക്കുക അല്ലെങ്കിൽ അവരെന്നെ ചീറ്റ് എന്ന് പറയുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അവരുടെ അച്ഛനൊക്കെ നല്ല രീതിയിൽ ഈ സംഭവം ചെയ്യുന്നുണ്ട് എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന മക്കളാണ്. ഈ മക്കളൊക്കെ ഇത് കാണുന്നുണ്ട്. ഈ മയിലിൻ്റെ വിഷയം വന്നപ്പോഴും നിങ്ങൾ എന്നെ ചാപ്പ അടിച്ച് തെറി വിളിക്കുന്ന സമയത്തൊക്കെ ഫാമിലീസ് ഇതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. അവരുടെ ഭാര്യയുണ്ട്, അവരുടെ അപ്പനുണ്ട്, അമ്മയുണ്ട്, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, അല്ലെങ്കിൽ ഇതിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളുടെ അപ്പനമ്മമാരൊക്കെ നിങ്ങളൊരു ചീറ്റാണ് എന്ന രീതിയിലാണ്. എനിക്ക് മറ്റേ ഡേവിഡ് വാർണർ തന്നെയാണ് ഓർമ്മ വരുന്നത്. പുള്ളി ഒരുപാട് ഇതുപോലെ കറപ്ഷൻ ഉണ്ടായ സമയത്ത് പുള്ളീനെ അത് അത്രയും കാലം കൊമ്പനായി നിന്ന വാർണർ ഒരു പ്രാവശ്യം ടേബിളിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഓസ്ട്രേലിയയിൽ ഒരു ഇതിൽ പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ 2 കിഡ്സ് സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് അവരെന്നെ ആ 2 കിഡ്സിനെ അവിടുത്തെ ആളുകൾ ബുള്ളി ചെയ്തിട്ട് നിൻ്റെ അച്ഛൻ ഒരു ട്രേറ്ററാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടായ മാനസികാവസ്ഥ, പുള്ളി ഇങ്ങനെ ഇരുന്ന് കരയുന്നൊരു വീഡിയോ. അതിനുശേഷം പുള്ളിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇതുപോലെയാണ് ഒരു സംഭവം ചെയ്യാതെ ആ പുള്ളിയുടെ മേൽ അല്ലെങ്കിൽ അവരൊക്കെ ഫേക്കാണ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ആളുകളെ ഇമോഷണലി ഹേർട്ട് ചെയ്യും. ഇതൊക്കെ നമുക്ക് പറയാം, ഇതൊക്കെ നിങ്ങൾ കണ്ണടച്ചിട്ട് സിമ്പിളായിട്ട് മുന്നോട്ട് പൊക്കോന്ന് പറയുമ്പോഴും ഇതിനൊക്കെ വളരെയധികം ഇൻട്രസ്റ്റ് കൊടുക്കുന്ന കാണുന്ന ആളുകളോ നിങ്ങൾ ഇതും കൂടെ ടോളറേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ സമയം വേണം. അപ്പോൾ അതൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഈ പറഞ്ഞ ജെന്യുവിൻ ക്വസ്റ്റ്യൻസിന് നമുക്ക് മറുപടി പറഞ്ഞു പോവാം. അതേസമയത്ത് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് തെണ്ടിത്തരമാണ്, തെറിയൊക്കെ തൂറിക്കെട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ ഞാൻ ഇട്ടിട്ടുണ്ട്, കുറേ തെറിയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഡിലീറ്റ് ചെയ്തു, ഈവൻ ടിൻ്റെ പോലും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ആളുകൾക്ക് ഹേർട്ട് ചെയ്യും. യുനോ എല്ലാവരും ഹ്യൂമൻ ബീയിങ്സ് ആണ്, എല്ലാവർക്കും ഇമോഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോനെ കുറിച്ച് പറയാനുള്ളത്. തുടർന്നും വീഡിയോസ് ഉണ്ടായിരിക്കും. എന്താണെങ്കിലും തലയ്ക്ക് ബുദ്ധിയുള്ളിടത്തോളം കാലം ഒരു ഫേക്ക് വീഡിയോ നമ്മുടെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് കാണേണ്ടി വരില്ല. മനസ്സിലായില്ലേ? ഫേക്ക് പോലുള്ള ചില സംഗതികൾ നമ്മൾ കാണിച്ചിട്ട് ചിലപ്പോൾ ചെയ്യായിരിക്കും, അത് നമ്മൾ ഫേക്കാണെന്ന് പറയുകയും ചെയ്യും. അല്ലാതെ ഇത്തരം കാര്യങ്ങൾ ഇവിടെയുള്ളത് നമ്മൾ ഫേക്കാക്കിയിട്ട് കെട്ടിത്തൂക്കിയിട്ട് അത്രയ്ക്ക് ഗതികേടൊന്നും എന്താണെങ്കിലും ഇപ്പോൾ ഇല്ല. ഈ ചാനലിന് കിട്ടുന്ന വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ വളരെ ഓപ്പണായിട്ട് ഈ ചാനലിൽ എന്നും പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അവസാനം ഞാനൊരു തള്ളും കൂടെ തള്ളിയിട്ട് ഈ വീഡിയോ നിർത്താം. തള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ നിങ്ങളൊരു തമാശയ്ക്ക് നമ്മളിങ്ങനെ കെട്ടിത്തൂക്കിയത് ഒരു കടയിൽ നിന്ന് മേടിച്ചതോ അല്ലെങ്കിൽ ആരെങ്കിലും സെറ്റാക്കിയതാണെന്ന് വിചാരിക്കുക, 500 കിലോൻ്റെ ബ്ലാക്ക് മാർലിൻ കെട്ടിത്തൂക്കിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യും. ഈ 150 കിലോൻ്റെ ചടയനെയൊന്നും നമ്മൾ പിടിച്ചിട്ട് വീഡിയോ ഇടില്ല. ഒന്നെങ്കിൽ കളിക്കുമ്പോൾ എക്സ്ട്രീം കളിക്കുക, അറ്റ്ലീസ്റ്റ് അതിനെങ്കിൽ കെട്ടി തൂക്കുക. അല്ലാണ്ട് ഈ 150 കിലോൻ്റെ സൈപ്പ് മാലിനെ കെട്ടി തൂക്കിയിട്ട് നമ്മൾ ഇതിൽ ആൾ കളിക്കില്ല. ഓക്കെ, അപ്പോൾ അടുത്ത തവണ കാണാം. അതുവരെയ്ക്കും ബൈ ഫോർ നൗ, ബൈ ബൈ, BoomBaangh. വീഡിയോ എടുക്കറ എന്ത് മയിലുള്ള നിങ്ങൾ ഇങ്ങനെ ഓണൊക്കെ പിന്നീട് പോയിട്ട് ഇവനാണ് ഇന്നത്തെ ഭാഗ്യം. എനിക്ക് ഈ ഭാഗ്യത്തിൽ വിശ്വാസമില്ല, എന്നാലും ഞാൻ പറയാനുള്ളത് പറയൂ. നീ എന്റെ കൂടെ ഇതാണോ ബുക്കല്ല ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. എന്റെ കോപ്പിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കലോ നിർത്താവോ? അത് ഞാൻ ഒരു ടെൻഷനിൽ ഇവിടെ കാര്യം പറയുമ്പോൾ നിനക്ക് സൂഫക്കേറ്റ് വരാൻ പറ്റില്ല. ബാക്കി അഡ്വക്കേറ്റ് എന്ന് പറയാ ഞാൻ. ശരിക്കല്ലേ? ക്വസ്റ്റ്യൻ മാർക്ക് അടുത്ത വീഡിയോ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു.